ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എൻ്റെ മുത്തുമണിയാക്ക്? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇപ്പോൾ ചോറുണ്ട്, നല്ല ഇത്താത്താൻ്റെ തുറമാങ്ങുണ്ട്, പിന്നെ ഇന്നലത്തെ മത്തിക്കറി കേട്ടോ. ഇതിന് മത്തിക്കറി എന്ന് പറയാനില്ല, കഴിഞ്ഞു പോയിന്. പിന്നെ അതാ പപ്പടം പൊരിച്ചത്, കൈപ്പക്ക പൊരിച്ചത്, മുളക് പൊരിച്ചത് എല്ലാം എത്താത്താൻ്റെ ആണ് കേട്ടോ. പിന്നെ നമ്മൾ താരം വടുവ പൊരിച്ചത്, പപ്പടം. അപ്പോൾ ഇന്നത്തെ ഫുഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കറിയില്ലല്ലോ. ഇത് ഞാൻ നല്ല അറബി വീട്ടിൽ നിന്നിട്ട് മോരാണ്, നല്ല കാന്താരിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് നല്ല മിക്സിയിൽ അടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചൂടത്ത് ഏറ്റവും നല്ലതാണ് ഇതാ, മിക്സിയിൽ അടിച്ച് വെച്ചതാണിത്. അപ്പോൾ മക്കളെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു പച്ചമുളകിൻ്റെ പകുതി ഇട്ടാൽ മതി. ഇഞ്ചി ചെറിയുള്ളി ഇടാതെ ഇരിക്കരുത്. അത് നമ്മളിങ്ങനെ ചോറിലേക്ക് ഒഴിച്ചിട്ടാണിന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കരിവേപ്പെല്ലാം വേണം കേട്ടോ, എന്നാലും രസമുള്ളൂ. ഇന്ന് നമ്മൾ ഇത്താത്താൻ്റെ തുറമാങ്ങ അതിങ്ങനെ എടുക്കുക, ഒരു കഷ്ണം എടുക്കുക, കാണിച്ചു തരാം. ഒരു കഷ്ണം എടുത്തിട്ട് ഇതാ ഈ മോരിൽ ഇങ്ങനെ നല്ല നൗണ്ട, അതേപോലെ ഒരു മുളകിൻ്റെ പീസ് കൊടുക്കുക, എന്നിട്ട് അതും ആക്കുക, ഒരു പപ്പടം കൊടുക്കുക, നല്ല ഇതേപോലെ നൗണ്ട. ബിസ്മില്ലാ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തുറമാങ്ങുള്ളവർ എല്ലാവരും ഒന്ന് തൈരിൽ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തുറമാങ്ങ നല്ല അലിഞ്ഞിട്ട്, തുറമാങ്ങ എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാം. അങ്ങനെ എൻ്റെ പൊന്നെ, പപ്പടെല്ലാം കൂട്ടി അപ്പം ഇന്നലത്തെ മത്തി സൂപ്പർ മത്തി ഇപ്പം കിട്ടുന്നത്തെ ഖത്തറിൽ എല്ലായിടത്തും ഇപ്പം നല്ല മത്തിയാണ് തോന്നുന്നത്, നല്ല നെയ്മത്തിയാണ്. അപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിയിട്ട് ഇനി ഒരു മത്തി കഷ്ണം ഇങ്ങനെ എടുക്കുക, അതിങ്ങനെ ചോറിൽ വെക്കുക.